അജ്ഞാതൻ അവരെ കൊല്ലുന്നു. അജ്ഞാതരുടെ ആക്രമണത്തിൽ 30 ഭീകരർ കൊല്ലപ്പെട്ടു. പിന്നിൽ ഇന്ത്യൻ ഏജൻസികൾ, ഭയന്ന് നിലവിളിച്ച ലഷ്കർ ഭീകരൻ. ലോകം കണ്ട ഏറ്റവും വലിയ തിരിച്ചടിയുടെ കാലമാണിത്. 2004 മുതൽ 2014 വരെ ഇന്ത്യ കേട്ടിരുന്നത് ഒരു നിലവിളിയായിരുന്നു. പാകിസ്ഥാൻ ഭീകരൻ വന്ന് ഞങ്ങളെ കൊല്ലുന്നുവെന്ന് ലോകത്തോട് കരഞ്ഞു പറയുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ശബ്ദം. അവർക്ക് ചെയ്യാൻ കഴിഞ്ഞതോ ഇന്ത്യ പാക് ക്രിക്കറ്റ് കളി നിർത്തി. അതായിരുന്നു ആ പാവം പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രതികരണം. ഓർക്കുന്നുണ്ടോ ആ കാലം? ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്ത യാസിൻ മാലിക്കിനെ ചുവന്ന പരവതാനി വിരിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സ്വീകരിച്ച കാലം. ഭീകരൻ ഗീലാനിയുടെ വീടിന്റെ വാതിൽക്കൽ മണിക്കൂറുകളോളം കാത്തുനിന്ന് അകത്തുനിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പുറംകാലുകൊണ്ട് തട്ടിയിട്ടും അട്ടിപ്പേറായി കിടന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായന്മാരുടെ കാലം. സ്വന്തം പതാക, സ്വന്തം നിയമം, സുപ്രീം കോടതിയുടെ നിയമം പോലും പുല്ലുവിലയായിരുന്ന കശ്മീരിന്റെ കാലം. നമ്മുടെ പട്ടാളത്തെ കല്ലെറിഞ്ഞോടിച്ച കാലം. ഇന്ത്യൻ ഡോഗ്സ് ഗോ ബാക്ക് എന്ന് കശ്മീർ ഭരണകൂടം തന്നെ വിളിച്ച കാലം. ഹിന്ദുക്കൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായ കാലം. എന്തിനേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗമായ DYFI പോലും കാശ്മീരിൽ ഇന്ത്യ എന്ന പേര് പറയാൻ പേടിച്ച് JKDYF ജമ്മു കാശ്മീർ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ എന്ന പേര് മാറ്റി നടന്ന കാലം. പിന്നെ 2014 ഇന്ത്യക്ക് ശരിക്കും സ്വാതന്ത്ര്യം കിട്ടി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി. അദ്ദേഹം ആദ്യം ചെയ്തത് എന്താണെന്നറിയുമോ? ഒരു നിയമനം. ശ്രീ അജിത് ഡോവലിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി. ആ ഒറ്റ നിയമനത്തിൽ ഇന്ത്യയുടെ വിധി മാറി. തുടർന്ന് പാകിസ്ഥാനിൽ അജ്ഞാതനിറങ്ങി. 2026 ഓഗസ്റ്റ് 4 ഭീകരരുടെ കുംഭസാരം. ലഷ്കർ-ഇ തോയ്ബയുമായി അടുത്ത ബന്ധമുള്ള റിസ്വാൻ ഹനീഫ് എന്ന ഭീകരന്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവന്റെ വാക്കുകളിൽ ഭയമാണ്, വിറയലാണ്. കഴിഞ്ഞ 3-4 വർഷത്തിനിടെ പാകിസ്ഥാനിലും പാക് അധീന കാശ്മീരിലുമായി ഞങ്ങളുടെ 30-ലധികം സജീവ പ്രവർത്തകർ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടു. ഇതിന് പിന്നിൽ ഇന്ത്യൻ ഏജൻസികളാണ്. പെഷവാർ, കറാച്ചി, റാവൽപിണ്ടി, റാവലാക്കോട്ട്, മുസഫറാബാദ്, പാകിസ്ഥാന്റെ ഉള്ളറകളിൽ പോലും ഇവർക്കിനി സുരക്ഷയില്ല. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരികളായ ലഷ്കർ ഇവിടെ ഇല്ല എന്ന് ലോകത്തോട് കള്ളം പറഞ്ഞ പാക് ഭരണകൂടത്തിന്റെ മുഖത്ത് നോക്കി അവരുടെ സ്വന്തം ഭീകരൻ തന്നെ ഇത് സമ്മതിച്ചിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇതിന് പേര് ഒഫൻസീവ് ഡിഫൻസ് എന്നാണ്. നീ ഞങ്ങളെ തൊട്ടാൽ ഞങ്ങൾ നിന്റെ വീട്ടിൽ കയറി തൊടും. ഇനി ഡിഫൻസ് മാത്രമല്ല, ഒഫൻസും. 2. എന്തുകൊണ്ട് അജ്ഞാതൻ? ഇന്ത്യ ഔദ്യോഗികമായി ഒന്നും ഏറ്റെടുക്കുന്നില്ല. ആക്രമിക്കുന്നവർക്ക് മുഖമില്ല, പേരില്ല, മതമില്ല. പാകിസ്ഥാൻ പോലീസിൽ കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. കാരണം കൊന്നതാര് എന്ന് അവർക്കും അറിയില്ല. ഇതാണ് ഏറ്റവും വലിയ മനഃശാസ്ത്രപരമായ യുദ്ധം. 3. ലക്ഷ്യം ആരൊക്കെ? ഇത് വെറും ഭീകരരെ കൊല്ലലല്ല, ഇത് ഹൈ വാല്യൂ ടാർഗറ്റ് ഹണ്ടിംഗ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ പത്താൻകോട്ട് ആക്രമണത്തിലെ സൂത്രധാരൻ ഷാഹിദ് ലത്തീഫ് മുതൽ മോഹൻലാലിന്റെ സിനിമയിലെ വില്ലനെ പോലെ ഇരുന്ന് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിരുന്നവർ വരെ ഈ അജ്ഞാതൻ ലിസ്റ്റിലുണ്ട്. 4. സന്ദേശം വ്യക്തമാണ്. ഇനി കാശ്മീരിൽ വന്ന് കൊന്നിട്ട് പാകിസ്ഥാനിൽ പോയി സുഖമായി ഉറങ്ങാമെന്ന് കരുതേണ്ട. നിങ്ങളുടെ കിടപ്പുമുറിയിൽ പോലും ഇന്ത്യ എത്തും. ഒരു കാലത്ത് ഇന്ത്യ കരയുമ്പോൾ ലോകം സഹതപിച്ചു. ഇന്ന് പാകിസ്ഥാനിലെ ഭീകരർ കരയുമ്പോൾ ലോകം ചിരിക്കുന്നു. അതാണ് മാറ്റം. അതാണ് പുതിയ ഇന്ത്യ, നരേന്ദ്ര ഭാരതം.